അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെണ്ടച്ചെടികൾ തഴച്ച് വളരാനുള്ളതും പിന്നെ അങ്ങനെ കേടാവുന്നത് കറുത്ത പുള്ളികൾ പിന്നെ പുഴുക്കേടൊക്കെ ആവുന്നതിന് ഉള്ള മരുന്നുകളും ആദ്യം മുതൽ ഏറ്റവും മുതൽ ഇസഡ് വരെയുള്ള കാര്യങ്ങൾ. നമ്മുടെ ഒരു പഴയ വെണ്ടച്ചെടിയിൽ നിന്ന് ഒരു വിത്ത് ഞാൻ എടുക്കുവാണ്. ഇതിനെ നിർത്തി അങ്ങ് ഉണക്കി ഞാൻ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് അന്നേരം തന്നെ നമ്മൾ സൂക്ഷിച്ചൊന്നും വെക്കണ്ട, അന്നേരം തന്നെ അടുത്ത വിത്ത് അങ്ങ് ഉൽപ്പാദിപ്പിക്കണം. ഇപ്പം തന്നെ ഞാൻ എടുത്ത് അതിനെ ഒരു പാത്രത്തിലാട്ടി വിത്ത് നമ്മൾ വെച്ചേക്കണ്ട, കുറച്ചേ എടുക്കാവൂ. അതാണ്ട അതിപ്പോൾ വീഡിയോ എടുത്തപ്പം വേറെ ഒരു ഷോർട്സിൻ്റെ വീഡിയോയുടെ മാതിരിയായിപ്പോയി വീഡിയോ ഫോട്ടോ ഇതെടുത്തത്. അപ്പോൾ അതിനെ ഞാൻ കുറച്ചെടുത്ത് ഒരു ഗ്രോ ബാഗിനകത്തോട്ട് എല്ലാം ഒന്നിച്ചിടരുത്, കാരണം ഇത് കിളിച്ച് വരുമോ ഇല്ലയോ എന്ന് നമുക്കൊരു ഉറപ്പുമില്ല. അപ്പോൾ അതിൻ്റെ പകുതി എടുത്ത് ഞാൻ ഇതിനകത്തോട്ടൊന്ന് നട്ട് കൊടുക്കുക. നമ്മൾ വെണ്ടച്ചെടി ഉണങ്ങിപ്പോയാൽ അതിന് മുമ്പേ തന്നെ അടുത്ത വെണ്ട നമ്മൾ ശരിയാക്കി എടുക്കണം. മഴയായാലും വെയിലായാലും ശരി തന്നെ. അതിൻ്റെ പുറത്തോട്ട് ഞാൻ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അവരിഞ്ഞ് വളരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ബാക്കിയുള്ളത് സൂക്ഷിച്ച് മാറ്റി വെക്കാം. ഇത് കിളിച്ചില്ലെങ്കിൽ മറ്റേ നടാം. അങ്ങനെ മാഷാ അല്ലാ ഇത്രയും കിളിച്ചിട്ടുണ്ട് കണ്ട. ഇനി ഇതിൻ്റെ ചുവട്ടിലോട്ട് നമ്മൾ മണ്ണടുപ്പിച്ച് കൊടുക്കണം, അന്നേരം പെട്ടെന്ന് വളർന്നു വരും. കണ്ട, നമ്മൾ വളമൊന്നും ചെയ്യണ്ട, പെട്ടെന്ന് മണ്ണ് അടുപ്പിച്ച് കൊടുത്തപ്പോഴത്തേക്ക് ഒരു നല്ല ആരോഗ്യത്തോടു കൂടി വളർന്നു വരിക. ഇതിനെ ഇനി മാറ്റി നടാം നമുക്ക്. ഒരു ചെറിയ ഗ്രോ ബാഗിന് ചെറിയ വളം കൊണ്ടുവന്ന സഞ്ചിക്കകത്ത് ഞാൻ താഴെ കൊണ്ടുവന്ന് റോഡ് സൈഡിലൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ട്. ഇത് കണ്ട, ഇത് അങ്ങനെ നട്ട് കണ്ട കേട് വരുന്ന കണ്ട, മുട്ട് വരുന്നു. ചെറുതിലേ മുട്ട് വരാതിരിക്കണം എന്ന് ഞാൻ ശ്രദ്ധ കൊടുത്തില്ല, ഇതിനകത്ത് നോക്കാൻ പറ്റിയില്ല. കണ്ട, അതിന് കറുത്ത ഇത് വരുന്നു അതിൻ്റെ മുട്ടിനകത്ത്. ഇത് കൊണ്ടുവന്നത് കേടായി വരും. കണ്ട, അതണ്ട കറുത്ത അടയാളം വരുന്ന ഇത് കണ്ട, പുഴുവൊന്നുമില്ല, ഒരുമാതിരി ചെള്ളാണിത്. നമ്മുടെ മുഞ്ഞ കയറത്തില്ല അതേമാതിരി ഒരു രോഗമായത്. വെണ്ടയ്ക്കകത്തിട്ട് അന്നേരം നമ്മളിതങ്ങ് കട്ട് ചെയ്ത് കളയണം. പക്ഷേ അല്ലാതെ ഇലയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ മുട്ടിനകത്താണ് കുഴപ്പമില്ല. ഇതിന് ഇനി ആരോഗ്യത്തോടുകൂടി നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ആരോഗ്യത്തോടു കൂടി തഴച്ചു വളരും. ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ചാണകപ്പൊടിയോ പുളിപ്പിച്ച കഞ്ഞിവെള്ളമോ എന്തെങ്കിലുമൊക്കെ തേയിലക്കൊന്തമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതാണ്ട വളർന്നു വരുന്ന കണ്ട. നമ്മൾ അടുത്ത ട്രിപ്പ് പിന്നെ ഇത് വെട്ടിക്കളഞ്ഞതിന് ശേഷം വരുന്ന നല്ല ആരോഗ്യത്തോടു കൂടി വരുന്ന വെണ്ടയാണിത്, വെണ്ടയ്ക്ക. ഇനി നമ്മുടെ റോഡിൽ നിൽക്കുന്ന വെണ്ടയ്ക്കയും കാണിക്കുക. ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന വെണ്ടയാണ്, അത് കണ്ടാൽ നമ്മൾ വിശ്വസിക്കത്തില്ല ഇതിൻ്റെ കൂടെ ഉള്ളത്. അതാണ്ട് ഇത് കണ്ട വെട്ടിക്കളഞ്ഞപ്പം വന്ന് കിളിച്ച് വന്ന ചെടികളാണ്. ഉണ്ട്, അതിനകത്തെല്ലാം മൊട്ടും വരുന്നു, പൂവും വരുന്നു, ഓരോ ശിഖരങ്ങളായിട്ട് മാറി വരും. മറ്റേത് ഒറ്റ ഒരു കമ്പിനകത്തായിട്ട് വന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പം 3-4 ശിഖരങ്ങളായിട്ട് വരും. ഇതിനകത്തും വിളഞ്ഞിട്ടില്ല, ഇത് പിന്നെ ഞാൻ പിച്ചു. അപ്പോൾ ഇതിന് കൊടുക്കുന്ന ഇത് ഇനി ഇത് കേടാവാതിരിക്കാനുള്ള വളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾക്കൊരു വെണ്ടയുടെ വിത്ത് എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ നമ്മൾ ഇതേമാതിരി നമ്മളൊന്ന് നടും. പിന്നെ നമ്മൾ കൊച്ചുമക്കളെ വളർത്തുന്ന കണക്ക് ഇവരെ ഒന്ന് പരിപാലിക്കണം. ഇത് നമ്മുടെ പ്രില്ല്, പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന അത് ഞാനൊരു ശകലം ഇട്ടിട്ടുണ്ട്. പിന്നെ സോഡാപ്പൊടിയാണ് ഇട്ടേക്കുന്നത്. ഇതൊക്കെ ഏറ്റവും നല്ലതാണ് പുഴു ഇത് മാറാൻ വേണ്ടി. ഞാൻ ഒരു ചെറിയ സ്പൂണേ ഇട്ടിട്ടുള്ളത് സോഡാപ്പൊടി. പിന്നെ ചാരം ഏറ്റവും നല്ലതാണ് മുഞ്ഞ പോവാൻ. പിന്നെ മുസൈക്ക് രോഗമോ ഇലവാട്ടലോ പല രോഗങ്ങളാണ് ഈ വെണ്ടച്ചെടിക്ക് വരുന്നത്. ഇതിനെ ഒന്ന് നേർപ്പിച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചെടുക്കാം നമുക്ക്. എന്നിട്ട് വെണ്ടച്ചെടിക്കോ ഏത് ചെടിക്കും, നല്ല ചെടിക്കും റോസിനും എല്ലാം നല്ലത്. അതിനെ നേർപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിന് കൊണ്ടൊഴിക്കാം. രണ്ട് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കണം. നേരത്തെ ഇത് വരുന്നതിന് മുന്നേ, ഈ കേടാവുന്നതിന് മുന്നേ നമ്മളിത് പിന്നെ 2 ആഴ്ച കൂടി മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ തഴച്ചു വിടും. ഇതിനകത്തൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് കിളിച്ച് വന്നേയില്ലേ, മറ്റേതിലും എല്ലാത്തിലും ഞാനങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം വന്ന പിന്നെ വെണ്ടയാണിത്, വെണ്ടയ്ക്കായാണിത്. നിറച്ചും മുട്ടൊക്കെ ഉണ്ട്.
അതിൻ്റെ തുമ്പൊന്ന് പിന്നെ ഒന്ന് ഒടിച്ചു കൊടുത്താൽ അത് വിളഞ്ഞോ മുറ്റിയോ ഇല്ലയോ എന്നറിയാം. ഇതിൻ്റെ കൂടെ ഉള്ള പിന്നെ ബാക്കിയുള്ള തൈകൾ ഞാൻ റോഡിൽ കൊണ്ട് നട്ടിട്ടുണ്ട്. അതും കാണിക്കാം ഞാൻ. അതിന് വളമിടുന്നതും അത് ഇതേമാതിരി ഇതിന് കൊടുക്കുന്നത് കണക്ക് തന്നെ അവർക്കും ഞാൻ ഇതേമാതിരി ഈ സോപ്പിൻ്റെ ഇതുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് മുല്ലപ്പൂ ഒക്കെ പൂത്ത് നിൽക്കുന്നത് നല്ല മണമുള്ള നല്ല കുറ്റിമുല്ലയുടെ ഇതൊക്കെ ഒന്ന് പിച്ചി നമ്മൾ ഹാളിലൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല മണമില്ലേ, നിറച്ച് പൂവുണ്ടായിരുന്നു. ഈ മുല്ലപ്പൂ ഉണ്ടെങ്കിലേ മണം ഇതിനകത്തോട്ടങ്ങ് വരും. ഇത് പ്രാണികൾ ഇപ്പം വലുതായിട്ട് അതില്ല, അതാണ്ട് ഒരു കുമ്പളം ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നു. അതിനെ ഇനി പിച്ച ഇങ്ങനെ കയറി വരുമ്പോഴല്ലേ ഇതൊക്കെ ഓരോന്ന് നോക്കുന്നത്. വലുതായിട്ട് ചെടി ഇതൊന്നുമില്ല, എല്ലാം ഇതായി. അപ്പോൾ അതാണ്ട് നമ്മുടെ റോഡിലെ വെണ്ടയ്ക്കായാണ് ഈ പിച്ചുന്നത്. കണ്ടോ, പഴയത് കൊണ്ട് പുതിയത്. ഇപ്പം ഞാൻ ഇപ്പം പിച്ചുന്നത് നമ്മുടെ ഇപ്പം ഇത് കണ്ട, ഇതൊക്കെ ഇപ്പം മുകളിൽ കണ്ട ആ വെണ്ടച്ചെടിയുടെ വഴുതനയുണ്ട്, വെണ്ടച്ചെടിയുടെ കൂടെ ഉള്ളതാണ് ഇതൊക്കെ. ഇത് പഴയതാണ്, ഇത് പഴയത് ഇതാണ്. ആദ്യം നമ്മൾ വെണ്ടയുടെ അരിയെടുത്തതിൻ്റെ കൂടെ ഉള്ള വെണ്ടയ്ക്കായാണിത്. പക്ഷെ വളം കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ കൊടുക്കുന്ന വളം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് നല്ലതുപോലെ നശിച്ചു പോവാതെ തഴച്ച് പിന്നെയും വെണ്ടയ്ക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കുമ്പളം ആണെന്ന് തോന്നുന്നു കിളിച്ച് വരുന്നത്. നമ്മൾ നടുന്നതല്ല, ഈ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ടിടുമ്പം അതിൽ നിന്നുള്ള അതിൻ്റെ കൂടെ ഉള്ളതാണ്ട് കടലാസ് ചെടിയൊക്കെ എല്ലാം നല്ല ഭംഗിക്ക് പൂത്ത് ഇപ്പോൾ ഉണ്ട്. റോഡ് സൈഡിൽ തന്നെ ഇതൊക്കെ. പെട്ടെന്നാണ് ഈ വെണ്ടയ്ക്ക അങ്ങ് മുറ്റുന്നത്. നമ്മൾ നാളെ പിച്ചാവെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവരങ്ങ് പിറ്റേന്നത്തേക്ക് അങ്ങ് മുറ്റിപ്പോവും. തഴച്ച് വളർന്ന് നിൽക്കുന്ന കണ്ട നല്ല വലിയ മുട്ടൻ വെണ്ടയ്ക്കായിട്ട് നിൽക്കും. ഇനി നമ്മുടെ ഇതിൻ്റെ ചെവിടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിന് വളം ഇട്ട് കൊടുക്കാം. വളം എന്ന് പറഞ്ഞാൽ ചാണകം പൊളിപ്പിച്ച വെള്ളം, പിന്നെ കഞ്ഞിവെള്ളം, പിന്നെ തേയിലക്കൊന്ത്, പഴത്തിൻ്റെ തൊലി, ഇതൊക്കെയാണ് നമ്മൾ ഉള്ളിയുടെ ഇതൊക്കെയാണ് നമ്മളൊരു ബക്കറ്റിനകത്ത് കൊണ്ടിടും. പൊടിയിട്ട് പച്ചച്ചാണാനില്ല, ചാണകത്തിൻ്റെ പൊടിയിട്ട് വെള്ളത്തിനകത്തോട്ട് കഞ്ഞിവെള്ളവും പച്ചക്കറി വേസ്റ്റും എല്ലാം കൊണ്ടുവച്ചൊന്ന് ഒഴിക്കും. അതിനെ നേർപ്പിച്ച് ചാരവും കൂടി ഇട്ട് കൊടുക്കും. നേർപ്പിച്ചാണ് ഞാൻ ഇതിനൊഴിച്ചു കൊടുക്കുന്നത്. വെണ്ടയ്ക്ക് നല്ല നീളമുള്ള ആനക്കൊമ്പൻ വെണ്ടയാണ്. വഴുതനങ്ങയൊക്കെ പൂത്ത് നിൽക്കുകയാണ്. ഇതിനൊക്കെ വളം കൊടുക്കണം. വളം ഞാൻ റെഡിയാക്കി, ഞാൻ പറഞ്ഞില്ലേ, ചാണകത്തിനകത്ത് പിന്നെ നമ്മുടെ ഇത് മുട്ടത്തോടും എല്ലാം കൊണ്ടുചെന്ന് ഇതിനകത്ത് ഒഴിക്കും. ആ വേസ്റ്റാണ് ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് ഞാൻ ഇതിനെല്ലാം കൊണ്ടുവന്ന് ഒഴിച്ചു. ആഴ്ച ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴും അവരവർക്ക് സമയം ഉള്ളതിന് മാതിരി ഒഴിച്ചു കൊടുക്കണം. അതിന് ചെവിടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഈ വളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നീക്കി കൊടുത്താൽ മതി. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ കീടങ്ങളെ അകറ്റാനുള്ള, അത് ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തത് കൊണ്ടാണ് ഇതിനൊന്നും വാട്ടരോഗമില്ലാതെയും പുഴുക്കേടില്ലാതെയൊക്കെ ആരോഗ്യത്തോടു കൂടി ഇത് പഴയ വെണ്ടയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സാമ്പാറിനിടാനോ ഒരു സവാളയും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് വിഴുക്ക് വരട്ടാനോ ഒക്കെ ഒരു നേരമൊക്കെ ഇത് കൊണ്ട് നിൽക്കാം. ഇച്ചിരി പരിപ്പും കൂടെ ഉണ്ടെങ്കിൽ കൊച്ചുള്ളിയും ഈ 2 വെണ്ടയ്ക്കായും പരിപ്പും കൂടെ ആകുമ്പോൾ ഒരു വെണ്ടയ്ക്ക സാമ്പാറാവും. പിന്നെ തീയൽ വെക്കാം, പിന്നെ വിഴുക്ക് വരട്ടാം. അതിൻ്റെ ചെവിടൊക്കെ ഞാൻ ചെറിയ മമ്മട്ടിയുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കിയെടുക്കാം. വലിയ മമ്മട്ടിയൊന്നും കണ്ട. എന്നിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കരിയിലയോ പിന്നെ ഇത് ചൂടടിക്കാൻ നല്ല വേനൽ മഴയും ഉണ്ട്, അതേമാതിരി വെയിലും ഉണ്ട്. മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുത്ത് ഒരു ആരോഗ്യത്തോടു കൂടി തഴച്ച് വളർന്നു വരും. അപ്പം നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഒരു വെണ്ടച്ചെടി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണേ. വഴുതനയും നല്ല ആരോഗ്യത്തോടു കൂടി അവരും വളർന്നു വരിക. നീല വഴുതനങ്ങയുണ്ട്, പച്ച നീളമുള്ള വഴുതനയുണ്ട്,
ഇതിനുമൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ വഴുതനയ്ക്കും ഒക്കെ നട്ടേക്കുവാണ്. പക്ഷേ ഇത് ഇവിടെ റോഡ് സൈഡിൽ നല്ല ആരോഗ്യത്തോടു കൂടിയാണ് വളർന്നു വരുന്നത്. ആരും പിച്ചിക്കൊണ്ടൊന്നും പോകത്തില്ല. പോയാലും പോട്ടെ, അവർ കൊണ്ട് കൂട്ടാൻ വെക്കട്ടെ. എന്നാലും ആരും പിച്ചത്തില്ല. വിളഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ ഇടയ്ക്ക് പറയുന്നതോ വെണ്ടയ്ക്ക നിൽക്കുന്നേ, വഴുതനങ്ങ നിൽക്കുന്നേ. വേണ്ട അങ്ങനെ വേണ്ട കുമ്പളമൊക്കെ പൂത്തിട്ടുണ്ട്. അതും അങ്ങ് വായിച്ചങ്ങ് വളർന്ന് കയറി പോവുക. കുമ്പളത്തിൻ്റെ ഇല തോരൻ വെക്കുമെന്നറിയില്ല. ഏതാണ്ട് ചീര നിൽപ്പുണ്ട്, ചീരയും കൂടെ പിച്ച് അതിൻ്റെ ഇടയ്ക്ക് ചീര വളർന്നു വരുന്നുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അതങ്ങ് തഴച്ച്, ഇതിന് കൊടുക്കുന്ന വളമാണ് തഴച്ച് വളരുന്ന ചീര. കുമ്പളത്തിൻ്റെ ഇല തോരൻ വെക്കുവാണെങ്കിൽ ഒന്ന് പറയണേ, എനിക്കറിയില്ല. മത്തൻ്റെ ഇലയാണെങ്കിൽ തോരൻ വെക്കും, കുമ്പളത്തിൻ്റെ ഇല തോരൻ വെക്കുമെന്ന് അറിയില്ല. ഒന്ന് കമൻ്റ് ഇടണേ, അല്ലെങ്കിൽ പിച്ച് തോരൻ വെക്കാമല്ലോ. അപ്പോൾ അതാണ്ട ഒരു ദിവസത്തേക്കുള്ള ചീരയുണ്ട്. അകത്തിനി വേറെ ചീര നിൽപ്പുണ്ട്, അതും കൂടെ പിച്ചുമ്പോൾ ഒരു ദിവസത്തേക്ക് ചീരത്തോരനാവും. വെണ്ടയ്ക്ക വെച്ച് എന്തെങ്കിലും നമുക്ക് കൂട്ടാൻ വെക്കാം. ഇനി ഇതിനൊക്കെ ഈ വളം തന്നെ ശകലം അങ്ങോട്ട് മണ്ണ് നീക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുക്കുമ്പോൾ അവരങ്ങ് തഴച്ച് വളർന്നു വരും നല്ലതുപോലെ. നമ്മുടെ ഇതിൻ്റെ ഈ കുമ്പളത്തിന് നമ്മൾ വെണ്ടയ്ക്ക് ഒഴിച്ചില്ലേ, ആ കീടങ്ങളെ അകറ്റുന്ന ആ മരുന്നും കൂടെ അങ്ങോട്ട് ചെയ്യുന്ന ആ സോഡാപ്പൊടിയും ആ ചാരവും ആ സോപ്പിൻ്റെ ആ പാത്രം കഴുകുന്ന ലിക്വിഡും എല്ലാം കൂടെ ഒഴിച്ച് നേർപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഇവർ നല്ല ആരോഗ്യത്തോടുകൂടി വളർന്നു വരും. ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഒന്ന് കാണാം. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടാണിത്, പഴം. ഞാനതിൻ്റെ പഴുത്തതിന് ശേഷം അതിൻ്റെ കമ്പ് വെട്ടി മുറിച്ച് മാറ്റി നട്ടിട്ടുണ്ട്. അത് കിളിച്ച് വരുന്നുണ്ട്, ഞാൻ നട്ട് വലുതായി വരുന്നുണ്ട്. ഇനി അതിന് ടയറൊക്കെ കെട്ടിക്കൊടുക്കണം. വേണ്ടേ ആ വെണ്ട നട്ടതിൻ്റെ അടുത്ത് തന്നെ കണ്ട താന്ന് കിടക്കുക. ഇത് നോക്കാൻ സമയമില്ല, നോമ്പായത് കൊണ്ട് മേലോട്ടൊന്നും കയറത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇതങ്ങ് ഇനിയിപ്പോൾ ഇതിന് ടയർ കെട്ടി കൊടുക്കണം. ഇതിനൊന്ന് കെട്ടി താങ്ങ് കൊടുക്കണം. ഒരു പൈപ്പിനകത്താണ് വെച്ചേക്കുന്നത്. പക്ഷേ അതിനകത്ത് പിടിക്കുന്നില്ല. കയറ് കെട്ടി കൊടുത്തിട്ട് ടയർ കെട്ടിയാലേ ടയറിനകത്ത് വളർന്നു വരുത്തും. 3-4 മൂടുണ്ട്. ഇത് വേറെ ഒരു മൂടാണ്. ഇതും അതേമാതിരി ഇതിനും ടയർ കെട്ടി കൊടുക്കണം. ഇത് വേറെ ഒരു പൈപ്പിനകത്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ കുറേ ഉണ്ട്. ഞാനിങ്ങനെ കമ്പ് മുറിച്ച് നട്ടതാണ്. ഇതൊക്കെ ചെടിച്ചട്ടിയിലാണ് ഇതൊക്കെ നട്ടേക്കുന്നത്. ഒരു 2 മൂടേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്പർ ചോദിച്ചാൽ ഇട്ട് തരാം. ആവശ്യക്കാർക്ക് തരാം. നട്ട് കിളിപ്പിച്ചിട്ടുണ്ട് കുറേ. അപ്പോൾ അതാണ്ട് ടയറിൻ്റെ ഞാൻ സൈക്കിളിൻ്റെ ടയറാണ്, നമുക്ക് സൈക്കിൾ കടയാണ്, സൈക്കിളിൻ്റെ ടയറാണ് എടുത്ത് കെട്ടി വെച്ചേക്കുന്നത്. ഉണ്ട്. ഇത് വേറൊരു മൂടാണ്. ഇതിനകത്ത് 2ലും പിടിച്ചതാണ് ഡ്രാഗൺ ഫ്രൂട്ട്. അതിനകത്ത് നിന്നാണ് ഞാൻ കട്ട് ചെയ്ത് തൈയാക്കി വെച്ചേക്കുന്നത്. ഇങ്ങനെ ഈ കമ്പിനകത്ത് തന്നെ ആ വേര് വരുന്ന അതാണ് എടുത്ത് മുറിച്ച് നടുന്നത് നമ്മൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.